മാത്യു തോമസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയാണ് ലവ്ലി. ഈ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ വെറുതെ 2 മണിക്കൂർ വേസ്റ്റ് ചെയ്യേണ്ട, 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞുതരാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിലിലാവേണ്ടി വരുന്ന നമ്മുടെ കഥാനായകൻ ബോണി ബേബി. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിട്ടുള്ളത് ഈ പേരാണ്, ബോണി ബേബി. ജയിലിനകത്ത് വന്ന ബോണി ബേബി അവിടെ വെച്ചൊരു ഈച്ചയെ കാണുന്നു. സാധാ ഈച്ചയല്ല, സംസാരിക്കുന്ന ഈച്ച. അല്ല പ്രേതമാണെന്ന് വെച്ച് അവ അതിനെ കൊല്ലാൻ വേണ്ടി നോക്കും. അപ്പൊ ഈച്ച പറയും ഇത് നടക്കൂലെന്ന് മനസ്സിലായപ്പോ ഇവര് പരസ്പരം സംസാരിച്ച് കമ്പനി ആവുന്നു. പിന്നീട് അങ്ങോട്ട് ഈച്ചയും ബോണിയും തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസ് ആണ്. ഈച്ചയ്ക്ക് പേരിടുന്നു, കിടക്കാൻ വീട് വെച്ചു കൊടുക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാണിക്കും. അതിനിടയ്ക്ക് ഇവന് ഈച്ചയെ നേരെ കാണാൻ വയ്യ, ലെൻസ് വല്ലതും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈച്ച അവനെ വിളിച്ചോണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങി പോലീസിന്റെ അലമാരയുടെ മണ്ടക്കിരിക്കുന്ന കണ്ണാടി എടുക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈച്ചയെ കാണത്തില്ല. ഈച്ചയെ കാണാത്തോണ്ട് ഇവ ആകെ ഡിപ്രഷനിലാവും. ഈച്ചയെ കാണാൻ വേണ്ടി എന്നും ജയിലിന് മുമ്പിൽ പോയി നിൽക്കും, പക്ഷെ കാണൂല. അത് കഴിഞ്ഞ് ഇവൻ പുല്ല് വെട്ടാൻ പോകും, എന്നിട്ട് പുല്ലില്ലാത്തടത്ത് വെട്ടിക്കൊണ്ട് നിൽക്കും. തിരിച്ച് ജയിലിൽ പോകണമെന്ന് പറഞ്ഞ് ഇവ അവിടെ ഉള്ള ഒരു അപ്പാപ്പനെ പിടിച്ചടിക്കും. പക്ഷെ അപ്പാപ്പൻ കേസ് കൊടുക്കൂല. അവസാനം ആ ഈച്ച ജയിലിയാടി ഇവന്റെ അടുത്ത് എത്തും. അത് കണ്ട് ഇവന് സന്തോഷാവും. അപ്പൊ മറ്റേ അപ്പാപ്പൻ വന്നിട്ട് ഈ പണ്ടാരം ഒന്ന് തീർന്നു കിട്ടിയല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ സാധനം വീണ്ടും എണീച്ചു വരും. എന്നിട്ട് ഈ ചെറുക്കനെ വിളിച്ചോണ്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോകും. അപ്പാപ്പനെ അടിച്ച് സൈഡാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു മൊട്ടക്കുന്നിന്റെ മണ്ടയിൽ പോയിരിക്കും. എന്നിട്ട് പറയും, Now I am a superhero, but lovely.